ശംഖുമുഖം ഇപ്പോൾ വല്ലാണ്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട്, ഫുഡ് കോർട്ടുകളുണ്ട്, ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് വരുന്നുണ്ട്. ഇതൊരു ഫുഡ് കോർട്ടാണ് കേട്ടോ. ഈ കാണുന്നതാണ് ഫൺ ടീ കഫേ. ഇതിൻ്റെ വിശേഷങ്ങൾ ഞാൻ വഴിയെ പറഞ്ഞുതരാം. വളരെ ചെറിയ ഡൈനിങ് സ്പേസ് ഉള്ള ഒരു കഫേയാണ്. താഴെയും മുകളിലായിട്ട് ഒരു 30-40 പേർക്ക് മാത്രം ഇരുന്ന് കഴിക്കാൻ പറ്റിയ ചെറിയൊരു കഫേ. ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് എന്തായാലും പുറത്തോട്ടൊന്ന് ഇറങ്ങി 20 മിനിറ്റ് എടുക്കും ഫുഡ് റെഡിയായി വരാൻ. ആ സമയം കൊണ്ട് നമുക്ക് ബീച്ചിലോട്ടൊന്ന് പോയിട്ട് വരാം. പഴയതുപോലെയല്ല, ശംഖുമുഖം നന്നായിട്ട് ഡെവലപ്പ് ആയിട്ടുണ്ട്. പക്ഷേ മഴ സീസണായാൽ ഇവിടെ വലിയ പ്രശ്നമാണ്. ഇതുണ്ടല്ലേ, ബീച്ച് മൊത്തം ഇടിഞ്ഞു പോയിട്ടുണ്ട്. ഇനി മഴയൊക്കെ കഴിഞ്ഞ് വരണം ഇതൊന്ന് റെഡിയായി വരാൻ. ഇതുകൊണ്ട് ബീച്ച് കംപ്ലീറ്റ് ഇടിഞ്ഞു പോയി. ഇനി എന്തെന്നൊക്കെ പറഞ്ഞാലും ശംഖുമുഖം നമ്മൾ തിരുവനന്തപുരത്തുകാർക്ക് വല്ലാത്തൊരു വികാരമാണ്. ഇതുവഴി ഇങ്ങനെ നടന്നു പോകുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു കുളിരാണ്. ഇനി അധികം നേരം ഇവിടെ നിൽക്കേണ്ട, നമുക്ക് നേരെ പോയി ഫുഡ് കഴിക്കാം. ഞാനിവിടെ വന്നിട്ട് ഓർഡർ ചെയ്തത് ഒരു സലാഡും ഒരു ബർഗറുമാണ് കേട്ടോ. പൊതുവേ നമുക്ക് സലാഡിനോട് വലിയ താല്പര്യമില്ലാത്ത ആൾക്കാരാണ്. പക്ഷേ ഇവരുടെ ഈ ഗ്രിൽഡ് ചിക്കൻ സലാഡ് മസ്റ്റ് ട്രൈ ചെയ്യാൻ കേട്ടോ. സോൾട്ടും പെപ്പറും മാത്രം ഇട്ടിട്ടാണ് ചിക്കൻ ഗ്രിൽ ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം നല്ല ഫ്രഷ് വെജിറ്റബിൾസും. സത്യത്തിൽ ഒരു ഹെൽത്തി മീൽ കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു നല്ല കോമ്പിനേഷനാണ്. കഫേയുടെ മുകളിൽ ഇരുന്നിട്ടേ നല്ല തണുത്ത കാറ്റൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ സലാഡും ബർഗറൊക്കെ കഴിക്കുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഒരു പ്ലേറ്റ് നിറച്ച് വെജിറ്റബിൾസും ഒരു 150 ഗ്രാമിന് മുകളിലുണ്ടാവും ചിക്കൻ. ഞാൻ നോക്കിയപ്പോൾ ഏകദേശം 4-5 വ്യത്യസ്ത സാലഡ് ഇവരുടെ സെർവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബീഫ് സ്റ്റേക്ക്, ബർഗർ ഒക്കെ. ബർഗർ തന്നെ ഒരു 6-7 വ്യത്യസ്ത വെറൈറ്റി ബർഗേഴ്സ് ഇവരുടെ സെർവ് ചെയ്യുന്നുണ്ട്. പലപ്പോഴും നമ്മൾ സാലഡുകൾ നമ്മളെ മീലിൽ നിന്ന് ഒഴിവാക്കാറുണ്ട്. പക്ഷേ ഇതുപോലുള്ള സാലഡുകൾ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതിൻ്റെ ഫാനായിട്ട് മാറും. പണി പാളി. മഴ വരുന്നുണ്ട്. മുകളിൽ മഴ പെയ്യുമ്പോൾ നന്നായിട്ട് കാറ്റടിച്ച് വെള്ളം അകത്ത് കയറുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് നേരെ താഴെ ഇറങ്ങി വന്നു. ഇനി ഇവിടെ ഇരുന്ന് കഴിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സാലഡിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇതുപോലുള്ള നല്ല ഹെൽത്തി സാലഡ് നമ്മൾ മീൽ ഉൾപ്പെടുത്തണം കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ട്രൈ ചെയ്തത് ഇവരുടെ സിംഗർ ബർഗറാണ്. ക്വാളിറ്റി വൈസിലാണെങ്കിലും ക്വാണ്ടിറ്റി വൈസിലാണെങ്കിലും നിങ്ങൾക്കത് വേർത്താണ്. ശംഖുമുഖത്തൊക്കെ ഫാമിലിയായിട്ട് വരുമ്പോൾ നല്ല ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് കേട്ടോ ഇത്. ഈ ഒരു സാലഡും ബർഗറും 2 പേർക്ക് സുഖമായിട്ട് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട്. ഞാൻ ഈ സിംഗർ ബർഗറിനേക്കാളും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത് ഇവരുടെ ഈ സാലഡാണ് കേട്ടോ. സാലഡ് മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഡിഷാണ്. അപ്പോൾ നിങ്ങൾ ശംഖുമുഖത്ത് വരികയാണെങ്കിൽ ഈ സ്പോട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കാൻ മറക്കണ്ട കേട്ടോ. ശംഖുമുഖത്തുള്ള ഫൺ ടീ കഫേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.